തൃശൂർ ചാവക്കാട് എടക്കഴിയൂരിൽ മദ്രസ അധ്യാപകൻ അബൂബക്കർ 9 വയസ്സുകാരിയെ മർദ്ദിച്ചതായി പരാതി. എടക്കഴിയൂർ സ്വദേശി നൂർജഹാന്റെ മകൾക്കാണ് മർദ്ദനമേറ്റത്. ക്ലാസിൽ കുട്ടികൾ വഴക്ക് കൂടിയെന്ന് പറഞ്ഞ് സംഭവത്തിൽ ഉൾപ്പെടാത്ത കുട്ടിയെ മർദ്ദിച്ചതായാണ് ആരോപണം. പരാതിയുമായി മുന്നോട്ടു പോയാൽ മഹല്ലിൽ ജീവിക്കാനാകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതി. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ആദ്യം ആ പോലീസുകാരെ പിടിച്ചടിക്കണം, പിന്നെ രണ്ടാമത് ആ അധ്യാപകനെ പിടിച്ചടിക്കണം, മൂന്നാമത് ആ സ്കൂളിനെതിരെ അതിലുള്ള ആ പ്രിൻസിപ്പളോ ആരെങ്കിലും പിടിച്ചടിക്കണം. മദ്രാസ സ്കൂള് എന്തിനാണ് ഈ മദ്രാസ എന്ന് പറഞ്ഞ ഈ സ്കൂളിൽ നിന്നൊക്കെ അധികം മതത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ മോശം കാര്യം പഠിപ്പിക്കും, നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറുള്ളൂ. എന്നാൽ ഈ അധ്യാപകൻ എന്നത്തിൻ്റെ സൂക്കട അത് 9 വയസ്സായിരിക്കും. കാരണം അതിന് ബുദ്ധി പോലും ഉറയ്ക്കാൻ പ്രായം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തോരം കേസാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല. അധ്യാപകർ കുട്ടികളെ തല്ലിയെന്ന് പറഞ്ഞു. കാരണം ഞാനും പഠിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ എന്നെ തല്ലിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ വഴിയെ പറഞ്ഞുതരാം. പക്ഷേ അധ്യാപന ശിക്ഷണം എന്ന് പറഞ്ഞാൽ അടിക്കണതിൽ തെറ്റൊന്നുമില്ല. ഇത് ഒരു പ്രായവും അവരുടെ ശാരീരികക്ഷമയും നോക്കി ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഒരു രീതിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് 9 വയസ്സുകാരി തല്ലുന്ന വേറെ ഒന്നും ഉദ്ദേശിച്ചല്ലേ. തല്ലണൊക്കെ നമ്മളും തല്ലിയിട്ടുണ്ട്, കൈകെട്ടൊക്കെ തല്ലിയിട്ടുണ്ട്. അതൊക്കെ അപ്പുറത്തന്നെ മറന്നു പോകേണ്ട കാര്യങ്ങളുള്ളൂ. ഇത് ഈ 9 വയസ്സുകാരി പിടിച്ച് ക്രൂരമായിട്ട് തല്ലി ചതയ്ക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഏത് കാടത്തുള്ളവന്മാരൊക്കെ. ഇവരൊക്കെ ഗുരു എന്ന് പറഞ്ഞാൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെയാണ് പരാമർശം. ഇരുട്ടിലേക്ക് തള്ളി വിടുന്ന ഗുരുക്കന്മാരാണ്. ആ കുട്ടി എത്ര ട്രോമകൾ കിടഞ്ഞു വേണം. എനിക്കും അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ തല്ലിയതിന് ആക്ഷേപിച്ച് എന്നെ കയ്യും കണക്കൂല. ഇപ്പം മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഒരു ഉയർത്തിക്കൊണ്ട് വരുന്ന അധ്യാപകരൊക്കെ അവരെ മാനസികമായിട്ട് തളർത്താൻ പറ്റും. ഇപ്പോഴത്തെ അധ്യാപകർക്ക് വെളിവുമില്ല, ബോധവുമില്ല. എന്തിനോ വേണ്ടി ഒരു പേരിന് വേണ്ടി അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്, കാശിനും വേണ്ടി. 9 വയസ്സുകാർ എന്ത് പ്രായമുണ്ട്, അതിന് ബുദ്ധി പോലും ഉറച്ചിട്ടില്ല. അത് ആ കുട്ടി ഇൻവോൾവ്ഡും അല്ല, അതുകൊണ്ട് ഭീഷണിയും മുഴക്കിയേക്കുക. ആ പോലീസുകാരും കേസെടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവന്മാരൊക്കെ കിടന്ന് ഈ പൊങ്ങിക്കൊണ്ട് കിടക്കുന്നത്. എന്തിനു സംരക്ഷിക്കാൻ ആളുണ്ട്, എനിക്കൊന്നും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ. ഇതൊക്കെ മാറി പറഞ്ഞ ഈ ശിവൻകുട്ടി സാറ് ഈ ഒരു സ്കൂളിൻ്റെ ഇതൊക്കെയാണ്. അദ്ദേഹം നല്ല കർശന നടപടി എടുക്കാൻ, ഇങ്ങനെയുള്ള ഈ മതങ്ങളുടെ രീതികളുള്ള ഇങ്ങനെ അടിക്കുന്നവർക്കെതിരെയും കർശന നടപടി. അവർ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. അപ്പോൾ പോക്സോ കേസ് പ്രതിയായവർക്ക് ജോലിയില്ല, പെൻഷൻ പോലും ഇല്ല. അതുപോലെ തന്നെ ഓരോ മർദ്ദനം ഏൽക്കുന്ന ആൾക്കാർ അധ്യാപകർക്ക് ഇതൊരു പാടായിരുന്നു. പെൻഷൻ പോലും കൊടുക്കരുത്. അങ്ങനെയുള്ള രീതി സംവിധാനം കൊണ്ടുവരണം. നിയമ നടപടികൾ ശക്തമായിട്ട് എടുക്കണം. ഇങ്ങനെ കാണിക്കുന്ന പോലീസുകാർക്കെതിരെയും നടപടി വേണം.